നമസ്കാരം. CTVയുടെ മറ്റൊരു പതിപ്പിലേക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം. ചങ്ങനാശ്ശേരിക്ക് പ്രാധാന്യം നൽകുന്ന ചങ്ങനാശ്ശേരിയുടെ പഴയ ചരിത്രങ്ങളിലെ മൺമറഞ്ഞുപോയ ഓരോ ഘടകങ്ങളെയും ഉയർത്തിക്കൊണ്ടുവന്ന് പുതിയ തലമുറയ്ക്ക് സമ്മാനിക്കുന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നോക്കൂ, നമ്മുടെ ചങ്ങനാശ്ശേരി എത്ര പ്രശസ്തവും പാരമ്പര്യം വഹിക്കുന്നതുമായ ഒരു പട്ടണമാണ്. പക്ഷെ പുതിയ തലമുറയ്ക്ക് ചങ്ങനാശ്ശേരിയെക്കുറിച്ച് അറിയുവാനും താല്പര്യമില്ല. അവർക്ക് നാടും വീടും വിട്ട് പുറത്തേക്ക് പോകുന്നതിലാണ് താല്പര്യം. എങ്കിലും നാടിനെ സ്നേഹിക്കുന്ന നമ്മൾ നമ്മുടെ നാടിൻ്റെ ചരിത്രം സൂക്ഷിച്ചു വെക്കേണ്ട ഒരു കടമ ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ മുൻപ് ഉള്ള എപ്പിസോഡുകളിൽ പ്രതിപാദിച്ചതുപോലെ തന്നെ പ്രാധാന്യമേറിയ ചില വിഷയങ്ങളാണ് ഇന്നും നമ്മൾ സംസാരിക്കുന്നത്. ഒന്നോർത്ത് നോക്കൂ, ചങ്ങനാശ്ശേരി പട്ടണം എന്ന് പറയുമ്പോൾ കീർത്തികേട്ട ഒട്ടേറെ കെട്ടിടങ്ങൾ നമുക്ക് സ്വന്തമായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കെട്ടിടമാണ് ചങ്ങനാശ്ശേരി സെയിൻറ്റ് ബർഗ്മാൻസ് കോളേജിൻ്റെ കെട്ടിടം. കെട്ടിടത്തെക്കുറിച്ച് പറയുവാനല്ല, മറിച്ച് ചങ്ങനാശ്ശേരിയുടെ തന്നെ ഒരു ഐക്കൺ എന്ന നിലയിൽ വിരാജിച്ച് നിൽക്കുന്ന, പട്ടണത്തിലൂടെ കടന്നു പോകുന്ന ഒരാളുടെ പോലും കണ്ണിലുടക്കാതെ പോകാൻ പറ്റില്ല, അതുപോലെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ടവർ ചങ്ങനാശ്ശേരിക്കുണ്ട്. അത് SP കോളേജിൻ്റെ ടവറാണ്. ആ ടവറിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ആ ടവറിൽ അതിപുരാതനമായ വിദേശത്തു നിന്നും നാട്ടിലെത്തിച്ച് വെച്ചിരിക്കുന്ന ഒരു പ്രതിമയുണ്ട്. ഈ പ്രതിമയെക്കുറിച്ച്, ആ കെട്ടിടത്തെക്കുറിച്ച്, അതിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ശ്രദ്ധിക്കും. ആ പ്രതിമയുടെ വരവിനെക്കുറിച്ചും മറ്റും നമ്മളോട് സംസാരിക്കാനായി ചില പ്രമുഖരും നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശബ്ദം കൊണ്ട്. ആ വീഡിയോയുടെ മുഖ്യ ആകർഷണമെന്ന് പറയുന്നത് മുൻ വീഡിയോകളിൽ നിങ്ങൾക്ക് ചങ്ങനാശ്ശേരി പട്ടണത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് വളരെ ലളിതമായി വിവരിച്ചു തന്ന ശ്രീ രമേശ് മാത്യു അവർ തന്നെയാണ്. രമേശ് മാത്യുവിൻ്റെ 4ഓളം വീഡിയോകൾ ഇപ്പോൾ CTV പുറത്തിറക്കിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞയിടെ പുറത്തിറക്കിയ ചില വീഡിയോകൾ കണ്ടിട്ട് ചങ്ങനാശ്ശേരിയുടെ ചരിത്രത്തെ അറിയാൻ ഇഷ്ടപ്പെടുന്ന ചിലർ ചോദിച്ചു, എന്തുകൊണ്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാത്തതെന്ന്. ദയവായി CTV പുറത്തിറക്കിയ ആദ്യത്തെ വീഡിയോകൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ശ്രീ രമേശ് മാത്യു ആരാണ്, അദ്ദേഹത്തിന് ഈ ചരിത്രം പറയാനുള്ള പ്രാഗൽഭ്യം എന്താണ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ കഴിയും. എങ്കിലും ആദ്യമായി കാണുന്നവർക്ക് വേണ്ടി പറയാം, സ്വദേശത്തും വിദേശത്തുമായി നിരവധി വർഷങ്ങൾ പത്രപ്രവർത്തന രംഗത്ത് തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ ശ്രീ രമേശ് മാത്യു. ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ ഞാൻ മുഖവര പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കേണ്ടതായിട്ടുണ്ടല്ലോ. നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് ശ്രീ രമേശ് മാത്യുവിനെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. ശ്രീ രമേശ് മാത്യു, നമ്മൾ 3-4 എപ്പിസോഡുകളിലായി ചങ്ങനാശ്ശേരിയിലെ ചില വ്യക്തികൾ, സംഭവങ്ങൾ, സാഹചര്യങ്ങൾ, ചരിത്രങ്ങൾ, ചരിത്രം ചങ്ങനാശ്ശേരി എന്ന ഒരു ടാഗ് ലൈനിൽ ചെയ്തു വരികയാണല്ലോ. ചങ്ങനാശ്ശേരി പട്ടണത്തിൻ്റെ അഭിമാനമായ ഓരോ ചങ്ങനാശ്ശേരിക്കാരനും കുളിരുകോരി ഓർമ്മയുള്ള ഒരു കെട്ടിടമാണ് ചങ്ങനാശ്ശേരി SP കോളേജിൻ്റെ കെട്ടിടം, പ്രത്യേകിച്ച് ആ ടവർ ഇരിക്കുന്ന ആ ഭാഗം. ആ ടവറിൻ്റെ നിർമ്മാണം, അതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ആ പ്രതിമ, ഇതേക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഏതായാലും SP കോളേജിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ താങ്കൾക്ക് ഒത്തിരി ഓർമ്മകളുണ്ടാവും. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ, ഒരു ചങ്ങനാശ്ശേരിക്കാരനാണെങ്കിൽ ഒരു ദിവസമെങ്കിലും ആ ക്യാമ്പസിൽ പഠിച്ചിരിക്കണമെന്ന് ഞാൻ പറയും. കാരണം അതൊരു വികാരമാണ്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? മാർട്ടിൻ പറഞ്ഞത് വളരെ സത്യമാണ്. ഞാൻ ആകെ പോസ്റ്റ് ഗ്രാജുവേഷൻ മാത്രമേ SBയിൽ പഠിച്ചിട്ടുള്ളൂ. 1986-88. അന്നൊന്നും ഒരുപക്ഷെ ഞാൻ ഈ ടവറിനെ പറ്റി ഇത്ര ദീർഘമായിട്ട് ആലോചിച്ചിട്ടില്ല. കാര്യം അതെന്നും അത് കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ടവർ അന്നത്തെ കാലത്ത് ഇത്രയോ പഴയ ഒരു ടവർ നമ്മുടെ നാട്ടിൽ വന്നതൊക്കെ നോക്കുമ്പം എനിക്ക് അത്ഭുതം ഉണ്ടായിട്ടുണ്ട്. ഇതിനെപ്പറ്റി സത്യം പറഞ്ഞാൽ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിച്ചതിൽ എൻ്റെ കടപ്പാട് ഞാൻ SP കോളേജിൻ്റെ പഴയ പ്രിൻസിപ്പൽ സ്റ്റീഫൻ മാത്യുവിനോട് ഞാൻ കടപ്പാട് ഈ അവസരത്തിൽ രേഖപ്പെടുത്തുക. ഞാൻ ഇടയ്ക്ക് ഇടപെട്ടോട്ടെ, സ്റ്റീഫൻ സാറല്ലേ ഈ അൽമാരുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യമായി? അതെ. സ്റ്റീഫൻ സാർ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി അല്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരുപക്ഷെ ഇന്ന് ഇവിടെ ഇരിക്കാൻ യോഗ്യതയില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ മ്യൂസിയംസ് എന്ന് പറഞ്ഞ ബ്ലോഗ് സ്പോട്ട് അത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് സത്യത്തിൽ എനിക്ക് ഇത്രമാത്രം അതിനെക്കുറിച്ചൊരു അറിവ് കിട്ടിയത്. അന്ന് അദ്ദേഹം തന്ന അദ്ദേഹത്തിൻ്റെ റൈറ്റപ്പിൽ കൂടെയാണ് ഞാൻ അറിയുന്നത് ഈ ടവർ 1937 തീർന്നതെന്ന്. അതും വ്യക്തമായിട്ട് പുള്ളി പറയുന്നത് അതായിരിക്കണം. കാര്യം എന്നാ വെച്ചാൽ അവിടെ ഒരു ഡേറ്റ് പറയുന്നുണ്ട്, 21/1/1937 അവിടെ
ഗോണിപ്പടിയുടെ താഴെ മറ്റേ എഴുതിയിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് സൈഡ് സ്ലോക്ക് ആണോ? ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് അതിൻ്റെ അകത്തൂടെയാണ് ഞാൻ അറിഞ്ഞത് ഈ ടവർ പ്രശസ്ത മലയാള സംവിധായകനായിരുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും സജീവമായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന സിബി മലയിലിൻ്റെ ഗ്രാൻഡ് ഫാദർ ഡൊണേറ്റ് ചെയ്ത, സിബി മലയിലിൻ്റെ ഈ ഗ്രാൻഡ് ഫാദറാണ് മലയിൽ ഔദച്ചൻ എന്ന് പറഞ്ഞ ആളാണ് ഇത്. കൊച്ചൗദച്ചൻ മലയിൽ എന്ന് പറഞ്ഞ ആളാണ് ഇത് ഡൊണേറ്റ് ചെയ്തെന്നും അത് സ്പെയിനിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്തെന്നും അത് 3 പീസായിട്ടാണ് അത് ഡിസ്മാൻഡിൽ ചെയ്തെടുത്ത് അങ്ങനെയാണ് അത് മുകളിൽ എറക്റ്റ് ചെയ്തെന്നും ഒക്കെ അതിൽ നിന്നാണ് അത് അറിഞ്ഞത് തന്നെ 3 വർഷം മുമ്പ് SB കോളേജ് സെൻറ്റിനറി സെലിബ്രേറ്റ് ചെയ്ത സമയത്ത് അതുപോലും അറിയുന്നു. അപ്പോഴാണ് ഞാൻ ഈ സ്റ്റീഫൻ സാറിൻ്റെ ഈ റൈറ്റപ്പ് കാണാൻ ഇടയായതും ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് പഠിക്കാൻ വന്നതും. സാർ, ഞാൻ ഇടയ്ക്കൊന്ന് ഇടപെട്ടോട്ടെ. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ മലയിൽ ഫാമിലി എനിക്കറിയാവുന്നിടത്തോളം ആലപ്പുഴ ബേസ്ഡ് ആണല്ലോ. അതെ. എങ്ങനെയാണ് അവര് ചങ്ങനാശ്ശേരിയിൽ ഇങ്ങനെ ഒരു കോൺട്രിബ്യൂഷനുള്ള ഒരു സാധ്യത? അന്ന് ചങ്ങനാശ്ശേരി രൂപതയുടെ അതിരൂപതയില്ല, രൂപതയുടെ ഭാഗമാണല്ലോ ആലപ്പുഴയിലെ സിറിയൻ കാത്തലിക്സ് ഒക്കെ. അപ്പം ഇവര് തത്തമ്പള്ളിക്കാരാ. അപ്പം തത്തമ്പള്ളിയിൽ ഉണ്ടായിരുന്ന ഈ കൊച്ചൗദച്ചൻ അന്ന് നമ്മുടെ തിരുവിതാംകൂർ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ വ്യഞ്ജനങ്ങളുടെ വലിയൊരു എക്സ്പോർട്ടറാണ്, അന്ന് വലിയൊരു ട്രേഡറാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് വലിയൊരു ദാനശീലനും ഒരു ഫിലന്ത്രോഫിസ്റ്റ് ആണ് പുള്ളിക്കാരൻ. അപ്പോൾ പുള്ളി ഇങ്ങനെ ഒരു കോളേജ് ഇവിടെ വന്നപ്പം പുള്ളിക്ക് അന്ന് തോന്നി കാണാം ഒരുപക്ഷെ ഇത് നമുക്ക് കോളേജിന് എന്തെങ്കിലും നല്ലൊരു ടൈംലി മെമ്മോറിയലായിട്ട് വരുന്ന എന്തെങ്കിലും കൊടുക്കണം. അങ്ങനെയാണ് അദ്ദേഹം ഞാൻ അറിഞ്ഞിടത്തോളം അദ്ദേഹം ഈ കോളേജിന് മാത്രമല്ല, പുള്ളിക്കാരൻ ഏറ്റുമാനൂർ അപ്പുറയുള്ള വെട്ടിമുകൾ പള്ളിക്കും രൂപം കൊടുത്തിരുന്നു, പിന്നെ ആലപ്പുഴ തത്തമ്പള്ളിക്ക് കൊടുത്തിരുന്നു, പിന്നെ അതേപോലെ നമ്മുടെ പഴുവങ്ങാടി പള്ളി ഹോളി ക്രോസ് ചേർച്ച് അതിനും കൊടുത്തിരുന്നു. അതെ. പിന്നെ ഏറ്റുമാനൂർ ആ സെൻട്രലിൽ ഇരിക്കുന്ന കുരിശിൻ്റെ അവിടെയുള്ള അതും പ്രതിമയും അദ്ദേഹം കൊടുത്താന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ അദ്ദേഹം നിരവധി പള്ളികൾക്ക് ഇതുപോലെ ഓരോ ദാനകർമ്മം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം അന്ന് SB കോളേജിനൊരു ഫ്യൂച്ചർ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ ഒരു മാസ്റ്റർ, നമ്മുടെ ശരിക്കും പറഞ്ഞാൽ SBയുടെ ഒരു ഐക്കോണിക് ലാൻഡ്മാർക്ക് എന്ന് നമുക്ക് പറയാവുന്ന ഈ സ്റ്റാച്യു അന്ന് സ്പെയിനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് കോളേജിന് കൊടുത്തത്. അപ്പോൾ കോളേജിൽ ഇത് 1937 ആ ടവർ കംപ്ലീറ്റ് ചെയ്ത സമയത്ത് തന്നെ അതവിടെ ഉണ്ടായിരുന്നു പറഞ്ഞു. പക്ഷേ ഈ ടവറിൻ്റെ വലിയ കഥയാണ്. 927 പണി തുടങ്ങിയത്. അതായത് SB ഒരു ഫസ്റ്റ് ഗ്രേഡ് കോളേജായിട്ട് അന്ന് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ഉയർത്തിയ സമയത്ത് ഇവർക്ക് ഫസ്റ്റ് ഗ്രേഡ് കോളേജ് എന്നുള്ള രീതി റെക്കഗ്നിഷൻ നിലനിർത്തണമെങ്കിൽ കെട്ടിടം ആവശ്യമായിട്ട് വന്നപ്പോഴത്തേക്ക് കെട്ടിടം ഒരു വാർ ഫൂട്ടിങ് പണിയാൻ അന്നത്തെ പ്രഥമ പ്രിൻസിപ്പളായിരുന്ന പൊരിക്കലച്ചൻ ഇറങ്ങി തിരിച്ചപ്പം പൈസയുടെ ഭയങ്കരമായ കുറവ് കാരണം 7 വർഷം കൊണ്ട് ഇന്ന് കാണുന്ന ടവറിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ ഒരു നിലയാ പുള്ളിക്ക് പണിയാൻ പറ്റുള്ളൂ. 934 കൊണ്ട് ഏതാണ്ട് സ്തംഭിച്ചു നിന്നപ്പോഴാണ് അന്ന് പൊരിക്കലച്ചൻ രണ്ടാമത് ബാങ്ക് ലോണും ഒക്കെ എടുത്ത് ഇത് പിന്നെ 3 വർഷം കഴിഞ്ഞ് രണ്ടാമത് 937 തീർത്തത്. നമ്മുടെ ഈ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പാണ് ഇതൊക്കെ. അപ്പോൾ അത് തന്നെയല്ല 937. അപ്പോൾ അന്ന് ഈ ഉണ്ടായിരുന്ന ബാങ്കുകൾ എന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ, അന്ന് നമുക്കിവിടെ അങ്ങനെ ഈ നാഷണലൈസ് ബാങ്കുകൾ എന്നൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റൊന്നും ഇല്ല, എല്ലാം സ്വകാര്യ ബാങ്കുകളൊക്കെയാണ് അന്നുണ്ടായിരുന്നത്. അപ്പം അങ്ങനെയുള്ള ബാങ്കുകളിൽ നിന്നൊക്കെ പണം പലിശയ്ക്ക് എടുത്താണ് അദ്ദേഹം ആ ബിൽഡിങ് കൺസ്ട്രക്ഷൻ തുടരാൻ വേണ്ടി. അദ്ദേഹത്തിന് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിനു മുമ്പ് അദ്ദേഹം പോയി. പിന്നീട് വന്ന പ്രിൻസിപ്പളാണ്, ഫാദറിൻ്റെ പേര് ഞാൻ മറന്നുപോയി, റോമിയോ തോമസ് എന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു. സാർ, ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ ഈ നമ്മുടെ SB കോളേജ് ഇപ്പോൾ ഇരിക്കുന്നത് വളരെ വിശാലമായ ഒരു ക്യാമ്പസാണ്, വളരെ മനോഹരമായ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. ഇത് ശരിക്കും സഭയുടെ സ്വത്തായിരുന്നോ അതോ വല്ല വ്യക്തികളുടേതുമായിരുന്നു? സഭയ്ക്ക് ഈ കോളേജ് പണിയുന്നതിന് മുമ്പൊക്കെ ആയിട്ട് പല വ്യക്തികളും ഡൊണേറ്റ് ചെയ്ത സ്ഥലങ്ങൾ. അതിലൊന്ന് KV തോമസ് പൊട്ടംകുളം, കാഞ്ഞിരപ്പള്ളി. പുള്ളിക്കാരനാണ് ആ ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ ആ ഭാഗം കുറേയൊക്കെ പുള്ളിക്കാരൻ ഡൊണേറ്റ് ചെയ്തതാണ്. അങ്ങനെ പല വ്യക്തികളുടേതായിട്ട് കൊടുത്തിരുന്ന ഈ സ്ഥലത്ത് അതിന് മുമ്പ് പറയുന്നത് കേട്ടിട്ടുണ്ട്, അവിടെ വെടിക്കുന്നായിരുന്നു ആ സ്ഥലത്തിന് പറഞ്ഞുകൊണ്ടിരുന്നത്. അന്ന് ഈ ട്രാവൻകൂർ ഫോഴ്സസിൻ്റെ ഈ ആംസ് ആൻഡ് ആർമമെൻറ്റ്സ്, കാനൻ, ഇതൊക്കെ സ്റ്റോർ ചെയ്തിരുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. ഇത് ഈ SB കോളേജ് ഇരുന്നിരുന്ന സ്ഥലം. അപ്പോൾ അങ്ങനെയാണ് ആ പേര് കിട്ടിയതെന്ന് പറയുന്നു. ഇപ്പോൾ SB തുടങ്ങിക്കഴിഞ്ഞ് ആക്ച്വലി 15 വർഷം ആയപ്പോഴാണ് അവിടെ ഈ ടവർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നത്. SB 1922 തുടങ്ങിയത്. ഞാൻ ഇടയ്ക്കിടപെട്ടെ, ഈ വെടിക്കുന്ന എന്ന് പറയുന്ന ഒരു കാര്യം
ആ ഒരു പേര് തന്നെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഈ വീഡിയോ ശ്രദ്ധിക്കുന്ന ഏതെങ്കിലും സീനിയറായുള്ള ചരിത്രം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇത് സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ രേഖപ്പെടുത്താൻ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. സാറിനെ തുടരാം. എനിക്ക് സത്യത്തിൽ വെടിക്കുന്നിനെ കുറിച്ച് ആകെ അറിയുന്ന ഈ ക്യാനനൊക്കെ സ്റ്റോർ ചെയ്തിരുന്ന സ്ഥലം, അവിടെ വെച്ച് ഈ ടൈമൊക്കെ അറിയിക്കാൻ ഇങ്ങനെ വെടിവെക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ക്യാനൻ ഫയർ ഒക്കെ ചെയ്യുമായിരുന്നു എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. അതിൽ കൂടുതൽ എനിക്ക് അതിനെക്കുറിച്ച് കാര്യമായിട്ട് ഒരിടത്തും വായിച്ചതായിട്ട് എനിക്ക് എൻ്റെ ഓർമ്മയിലില്ല. പക്ഷേ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് 15th ഇയറിലാണ് ഈ ടവർ അവിടെ വരുന്നതും. അതും ഈ മലയിൽ കൊച്ചൗതച്ചൻ എന്ന് പറഞ്ഞ വ്യക്തി, ആലപ്പുഴക്കാരൻ, സംഭാവന ചെയ്ത ഇതോടുകൂടി തന്നെയാണ് ആദ്യമായിട്ട് ഈ SBയിൽ ഈ ടവറിൻ്റെ മുകളിൽ ഈ ക്രൈസ്റ്റ് റെഡീമർ സ്റ്റാച്യു എറക്റ്റ് ചെയ്യുന്നത്. പിന്നെ അതിനോടൊപ്പം തന്നെ വേറെ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇത് നിർമ്മിച്ച ശേഷം 4ാമത്തെ വർഷം വെറും 53 വയസ്സുള്ളപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. ഈ മലയിൽ അതെ, അദ്ദേഹത്തിന് മലയിൽ കൊച്ചൗതച്ചൻ 53 വയസ്സുള്ളപ്പം മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹം അന്ന് ഒരുപാട് അതിൻ്റെ ഇടയിൽ ധാരാളം പള്ളികൾക്ക് ഇതുപോലെ രൂപങ്ങൾ, അങ്ങനെ പള്ളികളുടെ പ്രധാന ഭാഗങ്ങളൊക്കെ നിർമ്മിച്ച് ഡൊണേറ്റ് ചെയ്ത ആളാണ്. അല്ല രമേശ് സാറേ, ഞാൻ ചോദിക്കുകയായിരുന്നേ, നമ്മുടെ ഇപ്പോൾ ഈ ടെക്നോളജിയൊക്കെ ഇത്രയും വളർന്ന കാലഘട്ടത്തിൽ പോലും ഇത്രയും വലിയൊരു സ്റ്റാച്യു, അത്രയും ഉയരമുള്ള ഒരു ടവറിൻ്റെ മുകളിൽ കേടുപാടുകളില്ലാതെ ഘടിപ്പിക്കുക എന്ന് പറയുന്നത് ശ്രമകരമായൊരു പണിയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് സ്പെയിനിൽ കോണ്ടാക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരുപക്ഷെ കപ്പൽ മാർഗമായിരിക്കാം ഇവിടെ എത്തിച്ചത്. അപ്പോൾ ഇതിനൊക്കെ ഈ 53 വയസ്സിൽ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ മനുഷ്യൻ എത്രമാത്രം എഫേർട്ട് എടുത്തിട്ടുണ്ടായിരിക്കും എന്ന് ഓർക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അതെ, എന്നെയും മാട്ടിനേക്കാൾ ഏറെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അതിന് 15 മുതൽ 20 അടിയോളം പൊക്കമുണ്ടെന്ന് പറയുന്നു. നമ്മൾ അതിൻ്റെ മുകളിൽ കയറിയിട്ടില്ലാത്തതാണോ എനിക്കറിയില്ല. പക്ഷെ സിബി മലയിൽ പണ്ട് ആ ഫിലിമിൻ്റെ ഷൂട്ടിംഗ്, ഫ്ലാഷോ ഏതാണ്ട് ഷൂട്ടിങ്ങിന് അവിടെ വന്നപ്പം എവിടെയോ അത് കഴിഞ്ഞ് ഈ സെൻറ്റിനറിയുടെ സമയത്ത് പുള്ളി ഫ്ലാഷിൻ്റെ സമയത്ത് വന്നപ്പോഴാണ് പുള്ളി പോലും അതിൻ്റെ മുകളിൽ ആദ്യമായിട്ട് കയറിയെന്നാണ് പറഞ്ഞത്. അപ്പോഴെങ്ങാണ്ട് പറഞ്ഞ ഓർമ്മയാണ് എനിക്ക് ഈ 15 അടി എങ്കിലും പൊക്കമുണ്ടെന്ന്. അപ്പം സ്റ്റീഫൻ സാറിൻ്റെ ഈ ലേഖനം വായിച്ചപ്പോൾ പറഞ്ഞു 15 അടിയിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. 75 മറ്റോ ആണ്, 75-76 പാലായിലെ കുരിശുപള്ളിയുടെ മുകളിൽ, ആ ടവറിൻ്റെ മുകളിൽ ഇതുപോലെ ക്രിസ്തുവിൻ്റെ സ്റ്റാച്യു കയറ്റി. അന്ന് വെള്ളാപ്പള്ളി കോൺട്രാക്ടേഴ്സ് ആയിരുന്നു അത് കയറ്റിയത്. ഞാൻ ഓർക്കുന്നുണ്ട്. ഞാനന്ന് പാലാ സെൻറ്റ് വിൻസെൻ്റ് സ്കൂളിൽ പഠിക്കുമ്പം അതൊരു ചരിത്ര സംഭവമാണ് ഇത് മുകളിൽ കയറ്റുന്നത്. അത് കേട്ടുന്ന കാണാൻ വേണ്ടി ജനം മുഴുവൻ താഴെ നോക്കി നിൽക്കുന്ന കാഴ്ച ഇപ്പോഴും മനസ്സിലൂടെ ഓടുന്നുണ്ടത്. കാര്യം അതുപോലത്തെ ഒരു സംഭവം. അപ്പോൾ അതിനേക്കാൾ 38 വർഷം മുമ്പ് ചങ്ങനാശ്ശേരിയിൽ ഇങ്ങനെ ഒരു ടവറിൻ്റെ മുകളിലൊരു സ്റ്റാച്യു കേൾക്കുമ്പം എങ്ങനെയായിരിക്കും ആൾക്കാർ അത് റിയാക്ട് ചെയ്യുന്നത്? ഇപ്പോൾ വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഇപ്പോഴാണെങ്കിൽ ഹൈഡ്രോളിക് ലിഫ്റ്റും അതും ഇതുമൊക്കെ ഉണ്ട്. അന്ന് എങ്ങനെ മാനുവലൊക്കെ ആയിട്ടായിരിക്കും കയറ്റിയത്, നമുക്കറിയത്തില്ല ഇതെങ്ങനെയാണെന്ന്. ഇപ്പോൾ ഈ ഡൽഹിയിലുള്ള കുത്തബ് മിനാറിൻ്റെയൊക്കെ മുകളിലൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പ്രവൃത്തിയൊക്കെ ചെയ്യാൻ പോയപ്പം പണ്ടത്തെ 11ാം നൂറ്റാണ്ടിൽ ഒക്കെ ചെയ്തതുപോലെ ഇവിടെ 19ാം നൂറ്റാണ്ട് വന്നപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വന്നു കാണാം. അങ്ങനെയാണ് ഇത് മോഡി കയറ്റിയത്. അതെ, ഇതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പഴയ തലമുറയെ പുച്ഛിക്കുന്ന പുതിയ തലമുറയ്ക്ക് ഇവരിൽ നിന്നൊക്കെ ഒത്തിരി പഠിക്കാനുണ്ട്. തീർച്ചയായിട്ടും. ഏതായാലും പ്രേക്ഷകരോടൊരു വാക്ക്, ആലപ്പുഴയിലെ മലയിൽ ഫാമിലി ഇങ്ങനെ ഒരു സ്റ്റാച്യു സംഭാവന ചെയ്ത ചരിത്രമാണ് നമ്മൾ കേട്ടത്. അതിൻ്റെ ആധികാരികത സംബന്ധിച്ച് ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ശ്രീ രമേശ് മാത്യു മലയിൽ ഫാമിലിയിലെ തന്നെ വിഖ്യാതനായ സിനിമാ സംവിധായകൻ ശ്രീ സിബി മലയിലുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം നമുക്ക് ഫോണിലൂടെ ഒരു വോയിസ് ക്ലിപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. 1971-73 കാലഘട്ടത്തിലാണ് ഞാൻ SBയിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നത്. അതേ കാലഘട്ടത്തിൽ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ അവിടെ ഡിഗ്രിക്കും പഠിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹമാണ് ആദ്യമായി എന്നോട് പറയുന്നത് ആ ടവറിന് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്രൈസ്റ്റ് ദ കിങ് സ്റ്റാച്യു ഞങ്ങളുടെ വല്യപ്പൻ മലയിൽ കൊച്ചൗതച്ചൻ സംഭാവന ചെയ്തതാണെന്ന്. അത് താനാണ് സംഭാവന ചെയ്തത് എന്ന് അതിൽ രേഖപ്പെടുത്തുകയോ പ്രസിദ്ധപ്പെടുത്തുകയോ ചെയ്യരുത് എന്നും അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു എന്നാണ് അന്ന് ജ്യേഷ്ഠൻ എന്നോട് പറഞ്ഞത്. അവിടെ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ആ ടവറിന് താഴെ നിന്ന് അഭിമാനത്തോടെ ആ സ്റ്റാച്യു നോക്കിക്കണ്ടിരുന്ന ഓർമ്മകളൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് SBയുടെ സെൻറ്റിനറി ആഘോഷവേളയിൽ എഴുതപ്പെട്ട ഒരു ലേഖനത്തിൽ നിന്നാണ്. ആ ലേഖനത്തിൽ പറയുന്ന പ്രകാരം 1930കളിൽ എൻ്റെ വല്യപ്പൻ സ്പെയിനിൽ നിന്നും ഓർഡർ ചെയ്ത്
കപ്പൽ മാർഗം അന്നത്തെ മദ്രാസിലെത്തിച്ച് അവിടെ നിന്നും റോഡ് മാർഗം ചങ്ങനാശ്ശേരിയിൽ എത്തിച്ചു എന്നാണ്. 18 അടി ഉയരമുള്ള ആ ശില്പം 3 കഷ്ണങ്ങളാക്കിയാണ് ട്രാൻസ്പോർട്ട് ചെയ്ത് ഇവിടെ എത്തിച്ചത്. അത് നിർമ്മിച്ചത് ഏത് ലോഹത്തിലാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് വ്യക്തതയില്ല. വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഒരു സിനിമ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് 2007 ഞാൻ SBയിൽ എത്തുകയുണ്ടായി. ആ സിനിമയിലെ ഒരു പ്രത്യേക രംഗം എഴുതുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് SBയിലെ ടവർ തന്നെയാണ്. കാരണം അതിലെ നായികയായ കോളേജ് വിദ്യാർത്ഥിനി, മാനസിക വിഭ്രാന്തിയുള്ള ആ കുട്ടി കോളേജിൻ്റെ ടവറിൽ കയറി നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണി മുഴക്കുന്ന ഒരു രംഗവും അവരെ അതിൽ നിന്നും താഴേക്ക് ഇറക്കാൻ ശ്രമിക്കുന്ന അവരുടെ സൈക്യാട്രിസ്റ്റായ നായിക കഥാപാത്രവും പങ്കെടുക്കുന്ന ഒരു രംഗമാണ് ചിത്രീകരിക്കേണ്ടിരുന്നത്. അത് ചിത്രീകരിക്കുന്ന വേളയിൽ അവർക്ക് ഈ നായികയ്ക്ക് നിർദ്ദേശം കൊടുക്കുന്നതിന് വേണ്ടി എനിക്ക് ടവറിന് മുകളിൽ കയറേണ്ട ആവശ്യമുണ്ടായിരുന്നു. കോളേജിൽ പഠിക്കുന്ന കാലത്തൊന്നും ആ ടവറിന് മുകളിൽ കയറുവാനോ അത് അടുത്തു നിന്ന് കാണുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിരുന്നില്ല. അതിനുള്ള അനുവാദം ആർക്കും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ ടവറിന് മുകളിൽ കയറുവാനും ഏറ്റവും അടുത്ത് നിന്ന് ആ ശില്പത്തെ കാണുവാനും ആ ശില്പത്തിൻ്റെ പാദത്തിൽ സ്പർശിക്കുവാനും ഒക്കെയുള്ള മഹാഭാഗ്യം എനിക്കുണ്ടായി. എൻ്റെ വല്യപ്പൻ്റെ മക്കളിലോ ചെറുമക്കളിലോ വെച്ച് അത്തരത്തിലുള്ള അപൂർവമായ ഭാഗ്യം സിദ്ധിച്ച വ്യക്തിയാണ് ഞാൻ. അത് എന്നും എൻ്റെ ഏറ്റവും വലിയ അഭിമാനവും സന്തോഷവുമാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കൂടി കേട്ടപ്പോഴേക്കും നമുക്ക് മനസ്സ് നിറഞ്ഞു. വളരെ സന്തോഷം. ചങ്ങനാശ്ശേരി SB കോളേജിന് വേണ്ടി ഇങ്ങനെയൊരു കർമ്മം ചെയ്ത വ്യക്തിയുടെ കൊച്ചുമകനായി ഇന്നും മലയാള സിനിമയിൽ, സമൂഹത്തിൽ, മണ്ഡലത്തിലൊക്കെ വളരെ നിറഞ്ഞു നിൽക്കുന്ന സിബി സാറിൻ്റെ വാക്കുകൾക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ്. രമേശ് സാറേ, സിബി സാറിൻ്റെ ഒരു സഹോദരി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിൽ അധ്യാപികയായിരുന്നു. അതെ, സിബി സാറിൻ്റെ സഹോദരി ഡോക്ടർ അനിത ജോസ്. ആ ഡോക്ടർ അനിത തന്നെയാണ് പിന്നീട് 2021 മുതൽ 2023 വരെ SB കോളേജിൽ നിന്നും പിരിഞ്ഞു പോയ, അല്ലെങ്കിൽ SB കോളേജിൻ്റെ ഭാഗം തന്നെ ആയിരുന്ന അസംഷൻ കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ട് വന്നത്. ഇപ്പം അത് അസംഷൻ കോളേജിൻ്റെ 70th ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെയാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അനിത അവിടെ പ്രിൻസിപ്പളായത്. അതും അസംഷൻ്റെ 70 വർഷത്തെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ അൽമായ പ്രിൻസിപ്പൽ ഡോക്ടർ അനിത ജോസ്. തൻ്റെ വല്യപ്പച്ചൻ ചങ്ങനാശ്ശേരി SB കോളേജിന് ചെയ്ത ഈ സംഭാവന അത് കാലം കാത്തുവെച്ച ഒരു കാവ്യനീതിയായിട്ട് SB കോളേജിൻ്റെ തന്നെ സഹോദര സ്ഥാപനമായ അസംഷൻ കോളേജിൻ്റെ തലപ്പത്ത് താക്കോൽ സ്ഥാനത്ത് ഇരിക്കാനുള്ള യോഗ്യത അദ്ദേഹത്തിന് കിട്ടി. ഇവരുടെ മലയിൽ ഫാമിലിയിലെ പഴയ ഒരു കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സണൊക്കെ ആയിരുന്നു. അത് കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ ആയിരുന്ന ഡോക്ടർ ബിച്ചു എക്സ് മലയിലുണ്ട്. ബിച്ചു സേവ്യ മലയിൽ ആണ് എന്നോട് വേറെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. ബിച്ചുവിൻ്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോവാം. പരേതനായ മലയിൽ കൊച്ചൗദച്ചൻ ആലപ്പുഴയിലെ പ്രധാന മലഞ്ചരക്ക് വ്യാപാരിയായിരുന്നു. ധർമ്മശീലനായിരുന്നു എന്നാണ് കേട്ടിരിക്കുന്നത്. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മിക്കവാറും എല്ലാ പള്ളികളുമായിട്ടും അച്ഛന് നല്ല ബന്ധമായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം മരണമടഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന്റെ ധർമ്മശീലം, ദാനധർമ്മശീലം ഞങ്ങളൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ചങ്ങനാശ്ശേരി SB കോളേജില് ഇന്ന് കാണുന്ന ക്രിസ്തുരാജന്റെ വലിയ പ്രതിമ അത് വിദേശ രാജ്യത്തു നിന്ന് ഇറക്കുമതി ചെയ്ത് SB കോളേജിന് നൽകിയതാണെന്ന് വളരെ ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ള നല്ല ഒരു ഓർമ്മയാണ്. നീതിമാനായിരുന്നു എന്നാണ് കാവുകാട്ട് പിതാവ് വിശേഷിപ്പിച്ചതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന പോലെ 1922 SB ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇത്രയും SBയെ പറ്റി പറഞ്ഞപ്പോൾ അത് പറയാതിരിക്കാൻ പറ്റില്ല, പാറേപ്പള്ളിയുടെ മൈനർ സെമിനാരി ബിൽഡിങ്ങിലായിരുന്നു. അതിനുശേഷം 3-ാം വർഷത്തിലാണ് SB കോളേജിൻ്റെ അകത്തെ ആദ്യത്തെ കെട്ടിടം വരുന്നത്. അതായത് ഇപ്പം അതിൻ്റെ പേര് മാർ തോമസ് കുര്യാളശ്ശേരി ബ്ലോക്ക്. ആ ബ്ലോക്കിൽ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ. അതും കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞാണ് SB കോളേജിന്, അന്ന് SB മദ്രാസ് യൂണിവേഴ്സിറ്റി ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, മദ്രാസ് യൂണിവേഴ്സിറ്റി അംഗീകാരം നിലനിർത്തണമെങ്കിൽ പുതിയ സ്വന്തം വേറെ ബിൽഡിംഗ് സയൻസ് ടവർ പണിയണമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ അന്ന് അത് സാക്ഷാത്കരിക്കാൻ SBയെ ഏറ്റവും കൂടുതൽ സഹായിച്ച വാഴപ്പള്ളിക്കാരനായ ദിവാൻ സുബ്രഹ്മണ്യ അയ്യറായിരുന്നു.
ട്രാവൻകൂറിൻ്റെ ദിവാനായിരുന്നു സുബ്രഹ്മണ്യ അയ്യർ. അദ്ദേഹം അന്ന് എസ് ബിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ അറിഞ്ഞുകൊണ്ട് അന്നത്തെ കാലത്ത് ഏതാണ്ട് 25,000 ആണോ 30,000 രൂപ, അപ്പോൾ അന്നത്തെ 30,000 രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുകയില്ല. അത്രയും വലിയൊരു ഒരു ഗവൺമെൻറ്റിൽ നിന്ന് ഒരു സാമ്പത്തിക സഹായം എത്തിച്ചു കൊടുത്ത അദ്ദേഹമായിരുന്നു. അത് പ്രത്യേകം നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഈ ടവർ ഇന്ന് സാക്ഷാത്കരിച്ചത് കാരണം നമ്മൾ എത്ര കാലം കഴിഞ്ഞാലും എസ് ബി എന്ന് പറയുമ്പം ചങ്ങനാശ്ശേരിക്കാരുടെ തന്നെയല്ല, ഈവൻ എസ് ബി കോളേജിന് കാണാത്ത ആൾക്കാർ പോലും എസ് ബിയുടെ പടങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഈ ടവറും അതിൻ്റെ മുകളിൽ നിൽക്കുന്ന സ്റ്റാച്ചു ആയിരിക്കും എപ്പോഴും അവരുടെ മനസ്സിൽ എസ് ബി എന്ന് പറയുമ്പോൾ ആദ്യം കടന്നു വരുന്നത്. അതിലൊരു സംശയവും വേണ്ട, ഇനി എക്കാലത്തും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാന്യ പ്രേക്ഷകരെ, ചങ്ങനാശ്ശേരി എസ് പി കോളേജിൻ്റെ ടവറിനെ സംബന്ധിച്ച ചരിത്രമാണ് അല്പസമയം കൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചത്. എസ് പി കോളേജിനെ പറ്റി പറയാൻ തുടങ്ങിയാൽ എത്ര എപ്പിസോഡുകൾ പൂർത്തിയായാലും ചരിത്രം പൂർത്തിയാവില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. എങ്കിലും സമയപരിമിതി മൂലം ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഏതായാലും മറ്റ് ചരിത്രപരമായ സവിശേഷതകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പുത്തൻ എപ്പിസോഡുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിന് ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നവരെ ഏവർക്കും നന്ദി, നമസ്കാരം.